കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ ആഭ്യന്തരം 8 കൊല്ലമായി കൈകാര്യം ചെയ്തത് നിങ്ങളെന്ന് അറിഞ്ഞപ്പം സമ്മതിച്ചു പോയി. കാരണം വെച്ചറിയോ, ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ നിങ്ങൾ പിടിക്കും. കാരണം അത്രയും വലിയ ഇന്ത്യയിലെ സെൻട്രൽ റൂളിംഗ് ഉപയോഗിച്ചിട്ട് ഇതുവരെ ഒരു ഭരണാധികാരികൾ ലോകത്ത് എവിടെയും ചെയ്യാത്ത വിധത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. എല്ലായിടത്തും നിങ്ങൾ ആരെയും ഒന്നും തൊടാൻ പോലും കഴിയില്ല. ആ ADGPയെ വളരെ മാന്യമാരായി അന്വേഷണം നടക്കുന്നവരെ തൽക്കാലം ഒന്ന് ലീവ് പോ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം. അതുപോലും ചെയ്യാൻ തയ്യാറാ. ഭയക്കുന്നു. ആരെയാണ് ഈ ഭയക്കുന്നത്? എന്താ ഈ സ്റ്റേറ്റിൽ അവസ്ഥ? നീതി തേടി എവിടേക്കാ പോകേണ്ടത്? ഇന്നിപ്പോൾ ഇവരെന്താക്കി? ഞാൻ അൻവറിനെ കടുത്ത രീതിയിൽ വിമർശിക്കുന്ന ആളാണ്. 3.5 കൊല്ലക്കാലമായി അൻവർ എവിടെയാണ് എന്ന് ഈ ചാനലിൽ വന്ന് ചോദിച്ച ആളാണ്. ഞങ്ങൾ ഈ സുജിത് ദാസും അൻവറും തമ്മിലുള്ള സംഭാഷണം കേട്ടല്ലോ. അൻവറും സുജിത് ദാസും തമ്മിൽ നല്ല ബന്ധാ, ബോവനും മോളി മാതിരിയാ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവസാനം പിടുത്തം വിട്ട് അൻവറിൻ്റെ അടുത്തുനിന്ന് അറിയാതെ ഒരുപാട് കാര്യങ്ങളോട് പുറത്തെത്തി. ഇവരിപ്പോൾ ഇന്ന് അൻവറിനെ കള്ളക്കടത്ത്. അൻവർ പറഞ്ഞെന്താ? അൻവർ പറഞ്ഞത് കസ്റ്റംസ് പിടിക്കേണ്ട സ്വർണം കസ്റ്റംസ് പിടിക്കുന്നില്ല, എന്നാൽ പുറത്തെത്തി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നു, പിടിച്ചു കഴിഞ്ഞാൽ കസ്റ്റംസിന് കൊടുക്കണം. അത് ലോ ആണ് അൻവർ പറഞ്ഞത്. അതിന് മറുപടി റീജിയൽ കോസ് പറയുന്നുണ്ടോ? മറിച്ച് പിടിക്കപ്പെടുന്ന ആ കള്ളക്കടത്തുകാരെ കൂടിയാണ് അൻവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ജനം വിശ്വസിക്കുമോ? ആദ്യം അൻവർ പറഞ്ഞതിന് വ്യക്തമായി മറുപടി പറയാൻ നിങ്ങൾ വരി. നിങ്ങളെ മറുപടിയാണ് ഉചിതം എന്നുണ്ടെങ്കിൽ നിങ്ങളെ മറുപടി വിശ്വസിച്ച് അൻവറിനെ തള്ളി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അൻവർ അത്ര 100% ക്ലിയർ ആണെന്ന അഭിപ്രായം പണ്ടേ ഞങ്ങൾക്കില്ല. പക്ഷെ അതേ സമയത്ത് അൻവർ ഉയർത്തിയ പ്രശ്നം ചില്ലറയല്ല, സാധാരണക്കാരനെ ഭയപ്പെടുത്തുകയാണ്. പ്രവാസിക്ക് ഭയണ്ടാണ്. പോലീസ് സ്വർണം പിടിക്കണമെങ്കിൽ അൻവറിന് പ്രയാസമുണ്ട്. പോലീസ് സ്വർണം പിടിച്ചോട്ടെ, പിടിച്ചാൽ എന്ത് ചെയ്യണം? കസ്റ്റംസിന് കൊടുക്കണം. കസ്റ്റംസ് ലോ പ്രകാരം കേസെടുക്കുന്നത്, പബ്ലിക് ലോ പ്രകാരമല്ല. മാത്രമല്ല പിടിച്ചെടുക്കുന്ന സാധനത്തിന് എന്തിനാ ഉരുക്കണത്? തൊണ്ടി മുതൽ അതേപോലെ